സുഖല്ലേ? അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി ഒരു ബാക്ക് ടു സ്കൂൾ ഹോളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കമൻറ്റിലൊക്കെ ഇട്ടിരുന്നു ഒരു ഹോൾ ചെയ്യുമോ. ഇപ്പോൾ സ്കൂൾ തുറക്കാൻ ഇനി 2 ദിവസം കൂടി ഉള്ളൂ. അപ്പോഴാണ് ഞങ്ങൾ ഹോളൊക്കെ ചെയ്യണേ. അപ്പോൾ നമുക്ക് ഹോളിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ഹോളിൽ ഫസ്റ്റ് തിരിഞ്ഞാൽ നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ മെയിനായിട്ടുള്ളത് നമ്മളെ ബാഗാണല്ലോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇന്ത്യൻ ലവിൻ്റെ ബാഗ് കാണാം. ലവിൻ്റെ രണ്ട് ബാഗ് കാണിച്ചോ. ഇതാണ് അപ്പോൾ ലവിൻ്റെ ബാഗ്. നല്ലൊരു ക്യൂട്ട് ബാഗാണ്. 1 2 3 മൂന്നൊരാളുണ്ട് ഓളെ ബാഗിൽ. പിന്നെ ഈ ബാഗിൻ്റെ കൂടെ തന്നെ ഒരു പൗച്ചും കിട്ടുന്നുണ്ട്. സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൗച്ചിൽ എല്ലാതും കൊള്ളിയില്ല. അപ്പോഴാണ് ആറ്റ് നോക്കുമ്പോൾ ഇതിലൊരു പൗച്ച് കാണണേ. അപ്പോൾ ബാക്കി വന്ന സാധനങ്ങളൊക്കെ ഇതിലാണ് കൊള്ളിച്ച്. അപ്പോൾ ഗൈസ് അതാണ് ലവിൻ്റെ ബാഗ്. പിന്നെ ഇതാണ് കേട്ടോ എൻ്റെ ബാഗ്. എൻ്റെ ബാഗ് പറഞ്ഞൊരു ബ്ലാക്ക് കളറിൽ ഒരുപാട് ബട്ടർഫ്ലൈസ് വരുന്ന ഒരു ബാഗാണ്. എൻ്റെ ബാഗിൽ 1 2 3 ബാഗിൽ 3 റോസാണുള്ളത്. ഈ റോസിൻ്റെ ഉള്ളിലും കമ്പാർട്ട്മെൻറ്റ്സ് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് നോട്ട്ബുക്കും ടെക്സ്റ്റ് ബുക്കൊക്കെ വെക്കാൻ പറ്റണേ. പിന്നെ ഇതാ ഒരു സൈഡിൽ നമുക്ക് വാട്ടർ ബോട്ടിൽ വെക്കാൻ പറ്റണേ ഒരു അറയുണ്ട്. എനിക്കുണ്ട്. ലവിക്ക് 2 സൈഡിലുണ്ട്. അപ്പോൾ ഗൈസ് ഇതാണ് ഞങ്ങൾ രണ്ടുപേരും ബാഗ്. അപ്പോൾ ഗൈസ് നമ്മൾ സെക്കൻഡ് മെയിൻ തിങ് എന്ന് പറയുകയാണെങ്കിൽ വാട്ടർ ബോട്ടിലാണ്. അപ്പം ഞാൻ ഇപ്രാവശ്യം 2 വാട്ടർ ബോട്ടിൽ വാങ്ങിയിട്ടുണ്ട്. ഞാൻ ഒരു വാട്ടർ ബോട്ടിൽ. ഗൈസ് നമുക്ക് ഫസ്റ്റ് എൻ്റെ വാട്ടർ ബോട്ടിൽ നോക്കാം. ഇത് എനിക്ക് സ്കൂളിൽ എപ്പോഴും കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വാട്ടർ ബോട്ടിൽ വാങ്ങിയതാണ്. ഇതിൻ്റെ കളർ ഓറഞ്ചാണ്. പിന്നെ നമുക്ക് ഇങ്ങനെ തുറക്കുമ്പോൾ ഇതിൽ സ്ട്രോ ഉണ്ട്. ഇത് ഇങ്ങനത്തെ ഒരു വാട്ടർ ബോട്ടിലാണ്. ഏകദേശം ഓറഞ്ച് സ്കിൻ കളർ അങ്ങനത്തെ ഒരു കളർ. ഒരു സിമ്പിൾ വാട്ടർ ബോട്ടിലാണ്. പിന്നെ ഈ വാട്ടർ ബോട്ടിൽ ഇതുണ്ടല്ലോ ഗ്ലാസിൻ്റെ ബോട്ടിലാണ്. അതുകൊണ്ടാണ് എനിക്ക് സ്കൂൾക്കൊന്നും കൊണ്ടുപോകാൻ പറ്റാത്തത്. ഈ വാട്ടർ ബോട്ടിലിന് ഒരു കോട്ടൊക്കെ ഉണ്ട്. കോട്ടല്ല ഒരു കാര്യം ഡോണ്ട് ഫോർഗെറ്റ് ടു ഹൈഡ്രേറ്റ് എന്നൊക്കെ എഴുതിയാണ്ട് നല്ലൊരു ഭംഗിയുള്ളൊരു എസ്തെറ്റിക് വാട്ടർ ബോട്ടിലാണ്. ഇത് നല്ല ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ കവർ ഊരാനും പറ്റും. ഇതാ ഇതിൻ്റെ ഈ കവർ ഊരിക്കാണ്ട് ഇത് വെറും ഗ്ലാസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഈ വീട്ടിൽ രാത്രിയൊക്കെ വെക്കാൻ പറ്റും. രാത്രി നമുക്ക് റൂമിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു വാട്ടർ ബോട്ടിലാണ് ഇത്. ഈ ലവിൻ്റെ വാട്ടർ ബോട്ടിൽ നോക്കാം. എൻ്റെ അതൊരു ഹെലികോപ്റ്ററിൻ്റെ പോലത്തെ ഒരു വാട്ടർ ബോട്ടിലാണ്. മേലൊരു ഇതൊക്കെ ഉണ്ട്. പിന്നെ ഇതിന് കയ്യിൽ പിടിക്കാനും പറ്റും. ഇത് ഒക്കെ ഉണ്ട് ബാഗ് പോലെ അങ്ങനെ. പിന്നെ ഈ ലോക്ക് തുറന്നിട്ട് ഞാൻ ഫസ്റ്റ് മേലുള്ള ബട്ടൺ നോക്കി കഴിഞ്ഞാൽ സ്ട്രോ വരും. പിന്നെ നമ്മൾക്ക് നോർമലായി കുടിക്കാൻ പറ്റുന്ന മാതിരി അങ്ങനെ ഒരു ഇതുണ്ട്. ഇങ്ങനെ തുറക്കാനും പറ്റും. ഗൈസ് ലവിൻ്റെ വാട്ടർ ബോട്ടിൽ അങ്ങനെ കുറേ രീതിയിൽ തുറക്കാൻ പറ്റുന്ന ഒരു. പിന്നെ വേറെ സ്ട്രോയും കൂടി വരുന്നുണ്ട് എനിക്ക്. അതിൽ ആദ്യം സ്ട്രോ ഉണ്ടായിരുന്നില്ല. ഫിക്സ് പിന്നെ ഇതെന്താ വാഷറാണ്. വാഷർ. പിന്നെ നമുക്ക് അതിങ്ങനെ നമുക്ക് സ്ലിങ് ഉണ്ട്. നമുക്ക് കഴുത്തിലൊക്കെ തൂക്കിയിടാൻ പറ്റുന്ന ഒരു സ്ലിങ്ങും ഇതിൻ്റെ കൂടെ തന്നെ തരുന്നുണ്ട്. വാഷർ അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത്. ഇനി നമുക്ക് ലഞ്ച് ബോക്സ് വെക്കാം. ഇത് എൻ്റെ ഒരു ടെമ്പററി ലഞ്ച് ബോക്സ് ആണ്. ഞാനൊരു ലഞ്ച് ബോക്സ് ഓർഡർ ചെയ്തിട്ട് വന്നിട്ടില്ല. അപ്പോൾ ഞാൻ തൽക്കാലത്തിൽ ഈ ലഞ്ച് ബോക്സ് ആയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതാണ് ലഞ്ച് ബോക്സ്. ഇതൊരു സിമ്പിൾ ലഞ്ച് ബോക്സ്. അപ്പോൾ ഈ വാട്ടർ ബോട്ടിൽ ചെറിയ മാച്ചിങ് ഇല്ല, എന്നാലും കുഴപ്പമില്ല. ഒരു ഓറഞ്ച് ഒരു സ്കിൻ കളറും. അപ്പോൾ ഈ ലഞ്ച് ബോക്സിൻ്റെ ഉള്ളിൽ പറഞ്ഞാൽ സ്റ്റീലാണ്. പുറത്ത് ഒരു ഫൈബറും ഉള്ളിൽ സ്റ്റീലും വരുന്നതാണ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു കുഞ്ഞു പാത്രമുണ്ട്, കൂട്ടാനൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന പാത്രം. പിന്നെ ഒരു സ്പൂണുണ്ട്, ഒരു സ്പൂണ്. പിന്നെ ഇത് അതിൻ്റെ ഈ സാധനമല്ലേ, ഈ സാധനം പൊട്ടിയാൽ നമുക്ക് അതിന് യൂസ് ചെയ്യാൻ പറ്റണേ ഇതേപോലത്തെ 2 സാധനം ഇത് ഇവർ തരുന്നുണ്ട്. അതുകൊണ്ട് നമുക്കിത് പൊട്ടിയാൽ പേടിക്കണ്ട, നമുക്കത് ഫിക്സ് ചെയ്യാം. അപ്പം ഇനി നമുക്ക് ലവിൻ്റെ ലഞ്ച് ബോക്സ് ബ്രൗണും സ്കിൻ കളറും. പക്ഷെ എൻ്റെ ഒരു പിങ്ക് കേട്ടോ. ഒരു പിങ്ക് ഒരു ബോയ് വരുന്നേ. ബോയ് അല്ല, ഗേളാണ്. ക്യൂട്ട് ഗേൾ എന്നൊക്കെ എഴുതിയിട്ടുള്ളൊരു ലഞ്ച് ബോക്സ് ആണ് ലവിൻ്റെത്. അപ്പോൾ ഇത് ഉമ്മച്ചി സെലക്ട് ചെയ്ത് തന്നതാണ്. തുറന്നു കഴിഞ്ഞാൽ പർപ്പിളാണ്. പർപ്പിളും പിങ്കും ആണ് കളറ്. പിങ്കും നമുക്ക് ഇങ്ങനെ കൂട്ടാനൊക്കെ വെക്കാനുള്ള ഒരു ചെറിയ പാത്രം ഉണ്ട് അതിൻ്റെ കൂടെ. ഉള്ളിൽ ഇതിൻ്റെ സ്പൂണാണ് മെയിൻ. ഒരു സ്ഥലത്ത് ഞാൻ കാണിച്ചു തരാം, ഒരു മിനിറ്റ്. നമുക്ക് ബാക്കിൽ ഫോർക്കും ഫ്രണ്ടിൽ സ്പൂണും വരുന്ന ഒരു സ്പൂണ് ഫോർക്കുമാണ് ഉള്ളത്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു ഈ സ്പൂണ്. ഇത് കിട്ടും. പിന്നെ ഈ ലഞ്ച് ബോക്സിൻ്റെ മെയിൻ എന്ന് പറയുകയാണെങ്കിൽ ഈ ലഞ്ച് ബോക്സിൻ്റെ ഉള്ളിൽ സ്റ്റീലാണ്. ഇനി നമുക്കിത് പ്ലാസ്റ്റിക് ആക്കണോ? നമുക്കത് പ്ലാസ്റ്റിക് ആക്കാം. ഇതിൻ്റെ അപ്പുറം ഈ ഒരു സ്റ്റീലിൻ്റെ പാത്രം നമുക്ക് വെക്കാനും തുറക്കാനും പറ്റും.
എന്തെങ്കിലും ചൂട് സാധനങ്ങളൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ചോറൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ചൂട് പെട്ടെന്ന് പ്ലാസ്റ്റിക്കിലാണെങ്കിൽ ഉരുകിയാണ്ട് പ്രശ്നമാണ്. അപ്പം ഇതിലാണെങ്കിൽ ചൂടും പോവില്ല എന്ന് ഉരുകൂല. അപ്പൊ നമുക്ക് ഇത് വെച്ചുകൊണ്ട് ലഞ്ചും കൊണ്ടുപോവാ, ഇത് ഉരുകാണ്ട് സ്നാക്സും കൊണ്ടുപോവാ. സ്നാക്സും ഫ്രൂട്ട്സും ഒക്കെ കൊണ്ടുപോവാ. അല്ലാതെയും കൊണ്ടുപോവാ, പക്ഷെ വെറുതെ പറഞ്ഞോളൂ. പിന്നെ എൻ്റെ സ്നാക്സ് ബോക്സ് അറിയണത് എനിക്ക് സ്നാക്സ് ബോക്സ് ഇല്ല. ഞാൻ സ്നാക്സ് അങ്ങനെ കൊണ്ടുപോകാറില്ല. കൊണ്ടുപോകണമെങ്കിൽ ഞാൻ ഭയങ്കര സിമ്പിളുള്ളൂ. ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് ലവ് ഇപ്രാവശ്യം സ്നാക്സ് ബോക്സ് വാങ്ങിയിട്ടുള്ളത്. ഞാൻ ഫസ്റ്റ് പിങ്ക് ആണ് നോക്കിയത്. ഞാൻ അമ്മച്ചി പറഞ്ഞോളെ എടുക്കണ്ട. അപ്പം അമ്മച്ചിക്കും വേണ്ടി സന്തോഷം. അമ്മച്ചി പറഞ്ഞു അല്ലോള് എന്നും സ്നാക്സ് ഒന്നും അങ്ങനെ കൊണ്ടുപോകില്ല. എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് വാങ്ങും. എടുത്തു. ഇനി നമുക്ക് ഇതിന്റെ പൗച്ച് നോക്കാം. ഇവള് പൊതുവെ എൻ്റെ ക്ലാസ്സിൽ വന്നിട്ട് ഞങ്ങൾ രണ്ടാളും ഷെയർ ചെയ്ത് കഴിക്കലാണ്. ഞങ്ങളൊന്നും കഴിക്കലില്ല, ഇടക്ക് പോകും. അതാണ് ഇവിടെ. പിന്നെ ഈ പൗച്ച് ഇത് നിങ്ങൾക്ക് കണ്ടുപരിചയം ഉണ്ടാവും. ലവ് ബാക്ക് ടു സ്കൂളിൽ എടുത്ത ഈ പൗച്ചാണിത്. അന്ന് എനിക്ക് പൗച്ച് കിട്ടിയില്ല എന്ന് ഞാൻ പറഞ്ഞത്. അന്ന് എനിക്ക് പൗച്ച് രസല കിട്ടിയില്ല. അപ്പോൾ വേറെ കടയിൽ പോയപ്പോൾ ലവ്യക്ക് ഒരു പൗച്ച് ഇഷ്ടപ്പെട്ടു. ലവ്യ ആ പൗച്ച് എടുത്തു. പിന്നെ ലവ്യ ആദ്യം വാങ്ങി ഈ പൗച്ച് ഞാനും എടുത്തു. ഈ പൗച്ചിൻ്റെ പ്രത്യേകത പറഞ്ഞത് ബാക്ക് ടു സ്കൂളിൽ തന്നെ ലവ്യ പറഞ്ഞിരിക്കുന്നത് ഇതിനൊരു വലിയ സിബുണ്ട്. വലിയൊരു ജയൻ സിബാണ് ഇതിനുള്ളത്. അപ്പോൾ ഈ സിബ് തുറക്കുമ്പോൾ ഒരു വലിയ ഒച്ചയൊക്കെ കേൾക്കും ഗൈസ്. കണ്ടോ, ഇതിൽ നല്ല സ്പേസും ഉണ്ട്. അപ്പോൾ നമുക്ക് എത്ര സാധനങ്ങൾ ഭയങ്കര സോഫ്റ്റ് ആണ്. സോഫ്റ്റ് പിന്നെ സ്പേസ് ഉണ്ട്. അതാണ് മെയിൻ. നല്ലൊരു ക്യൂട്ട് പൗച്ച് ആയിട്ട് തോന്നി. പിന്നെ എടുത്തു ലഞ്ച് ബോക്സ് കാണിച്ചപ്പോൾ ഞാൻ എൻ്റെ ചോപ്പ് സ്റ്റിക്ക് ഗൈസ് എന്താ അറിയുമ്പോൾ ഈ ചോപ്പ് സ്റ്റിക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ലഞ്ച് ബോക്സ് വേറെ ഓർഡർ ചെയ്തിട്ട് പറഞ്ഞില്ല. ആ ലഞ്ച് ബോക്സ് ഒരു ബെൻഡോ ബോക്സ് ആണ്. ആ ബെൻഡോ ബോക്സിൻ്റെ ഉള്ളിൽ നമുക്കൊരു ചോപ്പ് സ്റ്റിക്ക് കിട്ടും, സ്റ്റീലിൻ്റെ ചോപ്പ് സ്റ്റിക്ക്. അത് അറിഞ്ഞപ്പോൾ തൊട്ടോക്ക് ചോപ്പ് സ്റ്റിക്ക് വേണം. അപ്പോൾ ഞാൻ ടെമ്പററി ആയിട്ട് ഒക്കെ ഒരു വുഡിൻ്റെ ചോപ്പ് സ്റ്റിക്ക് വാങ്ങിക്കൊടുത്തു. അതിൻ്റെ മേലെ എന്താ നോക്ക്, ഓള് ഏതൊരു പെന്നിൻ്റെ മേലുള്ള ഒരു ക്യാപ്പിബാറിന് എടുത്തുകൊണ്ട് അതിൻ്റെ മുകളിൽ വെച്ചിക്കണ്. എന്നിട്ട് അതുപോലെ ലഞ്ച് ബോക്സിൻ്റെ ഒപ്പം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ യൂസ് ചെയ്യാൻ വെക്കില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്തു, ഇത് മേലെ വെച്ച് അതിനൊക്കെ സിമ്പിളായിക്കാണ്ട് ഇപ്പം ഞാനൊരു എറേസർ ഇവിടെ വെച്ചു, ഒരു കുഞ്ഞ് എറേസർ. ഇപ്പം സിമ്പിളായിട്ട് ഇതേമാതിരി കൈ കൊണ്ട് എടുത്തു വെച്ചു. അതൊക്കെ അങ്ങനെ എടുക്കാൻ കഴിയും. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എടുക്കാൻ കഴിയും. പിന്നെ നമ്മളെ പെൻസിൽ. അപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന പെൻസിൽ പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ബ്ലാക്ക് കളർ പെൻസിലാണ്. ഇതാ എന്റെ പൗച്ച് കാണിച്ചില്ല. സോറി, എന്റെ പൗച്ച് ഇതാണ്. പിന്നെ 2 പൗച്ച് ഉണ്ട്. ഇതിന്റെ കൂടെയുള്ള പൗച്ച് ഉണ്ട്, ബാഗിന്റെ കൂടെയുള്ള പൗച്ചും ഉണ്ട്, പിന്നെ ഇങ്ങനത്തെ ഒരു പൗച്ചും ഉണ്ട്. ഇതിന്റെ ഉള്ളിൽ ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ ഉള്ളിൽ പറഞ്ഞാൽ ഇങ്ങനെ ഒരു സ്പേസും ഉണ്ട്. ഇങ്ങനെയാണ് നെറ്റൊക്കെ വരുന്ന വേറെ സ്പേസ് ഉണ്ട്. പക്ഷേ ഉണ്ടല്ലോ ഈ പൗച്ചിൽ തന്നെ പെൻസിൽസ് ഒക്കെ വേറെ വെക്കാൻ പറ്റുന്ന ടൈപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ഇതിങ്ങനെ തുറന്നപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ട് കിരിയാണ് വാങ്ങിയത്. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നില്ല. ബട്ട് ലവ്ക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്ന ഈ പൗച്ച്. അതുകൊണ്ട് നമുക്ക് ഇത് ഒരു കീച്ചെയിൻ ആയിട്ടാണ് കാണുന്നത്. കുറെ പ്രിൻസസ് ആൾ വരുന്ന ഒരു പൗച്ച്. പിന്നെ ലവിന്റെ ബാഗിന്റെ ഒപ്പം കിട്ടുന്ന പൗച്ച് പറഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആണ്. ഇതിന്റെ അവിടെ ഉള്ള കീച്ചെയിൻ പോലെയാണ്, പക്ഷെ ഊരാൻ കിട്ടത്തില്ല. ഊരാൻ കിട്ടില്ലാന്നോ? കിട്ടില്ല, ഇങ്ങനെയാണ് ഊരാൻ കിട്ടും. പക്ഷെ ലവ്ക്ക് അത് എനിക്ക് വെക്കില്ല. ഊരണ്ടേ, അത് കാണിച്ചെടുക്കട്ടെ. അതാണ്. ഊരാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഉള്ളത്തെ സ്പേസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നമുക്ക് പെൻസിലൊക്കെ വെക്കാം. കണ്ടോ, ഇതങ്ങനെ അത്രക്കൊന്നുമില്ല ഗൈസ്. ഒരു സിമ്പിൾ ഒരു പൗച്ച്, നമുക്ക് എക്സാമിനൊക്കെ കൊണ്ടുപോകാം. ഒരു സിമ്പിൾ പൗച്ച്, അങ്ങനത്തെ ഒരു പൗച്ചാണിത്. ഓക്കെ, അപ്പോൾ ഗൈസ് ഇനി നമുക്ക് പെൻസിലിലോട്ട് കിടക്കാം. ഇതാണ് ഞാൻ വാങ്ങിയ പെൻസിൽ. ഒരു ബ്ലാക്ക് ഷാർപ്പ് ചെയ്താൽ ഇതേപോലെ റെയിൻബോ കളേഴ്സ് അല്ല. ഇതിൻ്റെ ബാക്കിൽ കണ്ടോ, ഈ പെൻസിലിൻ്റെ ബാക്കിൽ ഇപ്പോൾ ഉള്ള കളർ എന്ന് പറയാം ഓറഞ്ചും ഗ്രീനും ആണ്. അപ്പോൾ ഇത് ഷാർപ്പ് ചെയ്താൽ നമുക്ക് ഓറഞ്ചും ഗ്രീനും കളർ കിട്ടും. പിന്നെ ഇതിൻ്റെ ഇപ്പോൾ തന്നെയുള്ള പെൻസിൽ യെല്ലോയും റെഡും ആണ്. അപ്പോൾ ഇത് ഷാർപ്പ് ചെയ്താൽ നമുക്ക് യെല്ലോയും റെഡും കിട്ടും. അതാണ് ഞാൻ വാങ്ങിയ ഒരു പെൻസിലാണ്. അങ്ങനെ പിന്നെ ലവ്യ വാങ്ങിയ പെൻസിൽ ഗിൽറ്റർ പെൻസിലാണ്. ഗിൽറ്റർ പെൻസിലല്ല, ഗിൽറ്റർ പെൻസിൽ വാങ്ങി. പിന്നെ ഇതിന്റെ ബാഗ് ഞാൻ പറഞ്ഞിരുന്നല്ലോ, കണ്ടോ അത് ഇങ്ങനെ ഒരു കളറാണ് ഉണ്ടാവുക. അതിന് ഇങ്ങനെ ഗിൽറ്ററിന്റെ ഡോട്ട്സ് ഉണ്ടാവും. അതാണ് ഇവിടെ ഇതിനെ ഗിൽറ്റർ പെൻസിൽ എന്ന് വിളിക്കുന്നത്. പിന്നെ ഞാൻ വേറെ പെൻസിൽ വാങ്ങി. അത് ഞാൻ കാണിച്ചത്. ഇത് ഗൈസ് ആക്ച്വലി ഞാൻ എൻ്റെ നമ്മൾ ആദ്യത്തെ ബാക്ക് ടു സ്കൂളിൽ
ലവ്വിക്ക് സാധനങ്ങൾ വാങ്ങിയില്ല, ബാഗും സാധനങ്ങളും വാങ്ങിയില്ല. പിന്നെ നമ്മൾ പറഞ്ഞു ലവ്വിക്ക് കസ്റ്റമൈസ്ഡ് ആണ്, പക്ഷെ അത് വരാൻ ലേറ്റ് ആവും. അതിപ്പോൾ വരാൻ നല്ല ലേറ്റ് ആവും. സ്കൂളൊക്കെ തുറന്നിട്ടേ വരുള്ളൂ. ലവ്വിക്ക് സ്കൂൾ തുറന്ന് ഒരാഴ്ച ഒക്കെ കഴിഞ്ഞു, ഒരാഴ്ച 2 ആഴ്ച ചിലപ്പോൾ 1 മാസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. അത് പറഞ്ഞ് എൻ്റെ ഒരു ഫോട്ടോ ചെയ്യുമ്പോൾ അങ്ങനെ അടിച്ചിരിക്കണം. അപ്പോൾ വന്നിട്ട് അപ്പോൾ ഇപ്പോൾ തൽക്കാലത്തിന് സ്കൂൾക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ ടെമ്പററി ആയിട്ട് വാങ്ങാൻ പോയപ്പോൾ ഞങ്ങൾ കണ്ടൊരു പെൻസിലാണ്. ഇത് ലവ്വിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് ഞാൻ കാണിച്ചു തരാം. ഇത് പൊട്ടിക്കാൻ സീസർ വേണം. ഒരു മിനിറ്റ്. സീസർ എൻ്റെ അവിടെ ഉണ്ടായിരുന്നല്ലോ. ഇത് പൊട്ടിക്കാൻ വല്ല രീതി ഉണ്ടോ? പിന്നെ ഞാൻ ഇതിൻ്റെ ഉള്ളിലൊരു മെർമെയ്ഡിൻ്റെ വാല് കണ്ടീനെ. അപ്പോൾ ആ വാല് ഞാൻ എൻ്റെ ചോപ്സ്റ്റിക്കിൻ്റെ മേലെ കൊടുക്കാൻ എഴുതി. അപ്പോൾ ഈ വീഡിയോ എടുക്കേണ്ടത് പറഞ്ഞപ്പോൾ ഞാൻ അത് എടുക്കണ്ട, എൻ്റെ അടുത്തുള്ള പെന്നിൻ്റെ മേലെ ഞാനത് വെച്ചു. ഇതാണ് ഈ പെൻസിൽ. ഇങ്ങനത്തെ ഒരു പെൻസിലാണ് വാങ്ങിയിട്ടുള്ളത്. അത് ഞാൻ ഇപ്പോൾ അൺബോക്സ് ചെയ്യണില്ല. അൺബോക്സ് ചെയ്യാൻ വേറെ കത്രികൊക്കെ വേണം, അതുകൊണ്ട് ഞാൻ അൺബോക്സ് ചെയ്യണില്ല. അപ്പോൾ അത് അങ്ങനത്തെ 3 തരം പെൻസിലാണ് നമ്മൾ വാങ്ങിയത്. പിന്നെ നമ്മൾ വാങ്ങിയിട്ടുള്ളത് പറഞ്ഞാൽ പിന്നെ ഞാൻ ഒരു കാര്യം കാണിച്ചത്, ഞാൻ സുഡിയോയിൽ പോയപ്പോൾ എനിക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാൻ ചെറിയൊരു വൈപ്സ് വാങ്ങിയിട്ടുണ്ട്. അത് ഇങ്ങനെ ഹാൻഡിലൊക്കെ ചെയ്യാൻ പറ്റും കുഞ്ഞൊരു വൈപ്സ്. അത് ഞാൻ വാങ്ങി. ഞാൻ വാങ്ങട്ടെ കുറേ പറഞ്ഞതാണ്, പക്ഷെ അത് വാങ്ങി. എന്താ അറിയും, ഇപ്പൊക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, ചെറിയ കുട്ടികൾക്ക് കൊണ്ടുപോകാൻ പറ്റും. ഞാൻ ഓള് ക്ലാസ്സിൽ പോയിട്ട് എടുക്കുന്നുണ്ട്. എന്താ വെച്ചാൽ ഞങ്ങൾ രണ്ടാളും മെയിൻ സാധനം എന്ന് പറയുകയാണെങ്കിൽ ബുക്കാണ്. അപ്പോൾ ഗൈസ് ഞാൻ എൻ്റെ ബുക്ക് ബ്രൗൺ റാപ്പൊക്കെ ചെയ്ത് അതിലൊരു നെയിം സ്ലിപ്പൊക്കെ ഒട്ടിച്ച് ഇതേപോലെയാണ് ഞാൻ എൻ്റെ ബുക്ക് ചെയ്തിട്ടുള്ളത്. കുറേ ബുക്കാറുണ്ട്, ഞാൻ വെച്ചിട്ടുണ്ട്. ഈ ലവ്വിയുടെ ബുക്ക് ഞാൻ പറയുന്നത് ഓള് മൊത്തത്തിൽ ഒരു പിങ്ക് വൈബ് ആയതുകൊണ്ട് പിങ്കാണ്, ഫുള്ളൊരു പിങ്കാണ്. ഇതേപോലത്തെ ഒരു പിങ്ക് റാപ്പാണ് ചെയ്തിട്ടുള്ളത്. എൻ്റെ ഒരു ബുക്കിന്റെ കെട്ടാ പറയണ ഭയങ്കര ക്യൂട്ട്. അതിൻ്റെ ഒരു ആ ബുക്കിലുണ്ടാവുന്ന ഒരു പിക്ചർ പറഞ്ഞാൽ ഭയങ്കര ക്യൂട്ടാണ്. അതുകൊണ്ടൊക്കെ ആ പിക്ചർ കാണണം എന്നുള്ള രീതിക്ക് റാപ്പ് ചെയ്യണം. അതും അവിടെ ഞങ്ങൾ ഇങ്ങനത്തെ വാങ്ങിയത്. അപ്പോൾ പിങ്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ എടുത്തതാണ്. ഇതവിടെ വെച്ചോ. ഇനി നമുക്കൊരു കാര്യത്തിലേക്ക് കിടക്കാം. നെയിം സ്ലിപ്പ് ഞാൻ വാങ്ങിയത് ഒരു കുറുമിയുടെ. ഞാൻ ഫസ്റ്റ് ഇങ്ങനത്തെ വാങ്ങാൻ കരുതിയില്ല, പിക്ചറുള്ളത് വാങ്ങാൻ കരുതിയില്ല. പക്ഷെ ഞാൻ പോയ കടയിൽ നല്ലത് ഞാൻ കണ്ടില്ല. പേസ്റ്റൽ കളർ നെയിം സ്ലിപ്പാണ് ഞാൻ നോക്കിയത്. അപ്പോൾ ഞാനിത് ഈ ഒരു കുറുമിയുടെ കണ്ടു. അപ്പോൾ ഞാൻ ഈ കുറുമിയുടെ നെയിം സ്ലിപ്പ് എടുത്തു. നല്ല ക്യൂട്ടായി തോന്നി, അപ്പോൾ ഞാനിത് എടുത്തു. ഞാൻ പറഞ്ഞ ബാഗില്ലേ, ബാഗിൻ്റെ അത് റൈറ്റി ലവ്വിയുടെ ഫോട്ടോ വെച്ചിട്ടുള്ള ക്യൂട്ട് നെയിം സ്ലിപ്പാണ്. ഇത് അവിടെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്ക്. ഇതാണ് കേട്ടോ ലവ്വിൻ്റെ നെയിം സ്ലിപ്പ്. ലവ്വിനെ കാണിക്ക്. നല്ല പ്രിൻസസ് ഒക്കെ ആക്കിയിട്ട് ലവ്വി എഴുതിക്കാണ്ടുള്ളൊരു നല്ല ക്യൂട്ട് നെയിം സ്ലിപ്പാണ്. അത് കൊണ്ടു അങ്ങനത്തെ ഒരുപാടുണ്ട് കേട്ടോ. അങ്ങനത്തെ ഒരു 4 ഷീറ്റാണ്, 4-5 ഷീറ്റ് ഉണ്ട്. ഇത് നമുക്ക് നല്ല യൂസ് ചെയ്യാം. പിന്നെ ലവ്വി എഴുതിക്കാണ്ട് വേറെ 2-3 ഇതുണ്ടാവും. ലഞ്ച് ബോക്സും ടിഫിൻ ബോക്സും ഒക്കെ ഒട്ടിക്കാം, അങ്ങനത്തെ ഒരു സംഭവം. അപ്പോൾ നെയിം സ്ലിപ്പും കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ സ്റ്റേഷനറികളിലോട്ട് കിടക്കാം. ആണ് സ്റ്റേഷനറീസ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ എടുക്കാൻ പോണത് ഒരു ഹൈലൈറ്ററാണ്. ഞാൻ എടുത്തത് ഒരു പേസ്റ്റൽ കളർ ഹൈലൈറ്റേഴ്സ് ആണ്. അത് കണ്ടോ, ഇതിലത്ര 1 2 3 4 5 കളേഴ്സ് വരുന്നുണ്ട്. പിങ്കും പർപ്പിളും ബ്ലൂവും അതേമാതിരി ഒരു ഗ്രീൻ, 2 ടൈപ്പ് ഗ്രീനുകളാണ് ഇതിൽ വരുന്നത്. നല്ല ക്യൂട്ട് പേസ്റ്റൽ കളേഴ്സ് നല്ല ഇഷ്ടപ്പെട്ടു. എനിക്ക് ആവശ്യമുണ്ടായിരുന്നു പേസ്റ്റൽ കളർ ഹൈലൈറ്റർ, അതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിയത്. പിന്നെ ലവ്വി സ്റ്റേഷനറി എടുത്തോ. ഞാൻ നേരെ പോണ ഇതിൻ്റെ എറേസർ മുക്കാണ്. എനിക്ക് എറേസർ ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഈ പറയുമ്പോൾ ബാക്ക് ടു സ്കൂളിൽ കാണിച്ചിരുന്നു. ഉമ്മാനെ കൈയും കാലും പിടിച്ച് വാങ്ങിയ ഒരു എറേസറാണ് ഗൈസ്. ഇത് നല്ലൊരു ക്യൂട്ട് ഒരു റോളൊക്കെ ചെയ്യാൻ പറ്റണ ഒരു ക്യൂട്ട് എറേസർ. ഇത് നമുക്ക് പൊട്ടിക്കാം. നല്ല പൊട്ടിക്കും. ഞാൻ ഇതുവരെ പൊട്ടിച്ചു. ഞാനൊരു വട്ടം പൊട്ടിക്കാൻ ഹോൾ എടുക്കാനേ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. ഹോൾ എടുത്ത് കഴിഞ്ഞിട്ട് പൊട്ടിക്കാൻ ഞാനൊരു വട്ടം ഒരു സൈഡ് പൊട്ടിച്ചു, എന്നിട്ട് ഞാൻ പിന്നെ ഒട്ടിച്ചു. അങ്ങനല്ല പൊട്ടിച്ചു. കണ്ടോക്ക് ഇതൊക്കെ ഇത് ഭയങ്കര മെസ്സി ആയിട്ടാണ് പൊട്ടിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇത് കളയല്ലേ. ഒരു മിനിറ്റ് പൊട്ടിക്ക. ഒരു മിനിറ്റ് ഇതിങ്ങനെ മെസ്സി ആക്കി പൊട്ടിക്കല്ലേ. പൊട്ടിച്ചു. ഇതെന്തോ ഒരു റബ്ബർ പോലത്തെ സാധനം ഗൈസ്. നിക്ക്, അത് പൊട്ടിച്ചിട്ടില്ല ഗൈസ്. ഇത് ഇതേപോലെയാണ് കേട്ടോ. ഇതേപോലെ ഇത് നമുക്ക് ഇങ്ങനെ റോൾ ചെയ്യാൻ കഴിയും. ഞാൻ ഇതിൻ്റെ ഒരു ബുക്കല്ല ബുക്ക് അവിടെ വെക്ക്. ഇതുമ്പോൾ തന്നെ ഞാൻ വരച്ച് കാണിച്ചു തരാം. ഇതും ഞാനൊരു യെല്ലോ വരച്ചു കൊടുക്കുക. എൻ്റെ പേരിൻ്റെ ലെറ്റർ
എന്നിട്ട് ഇതിങ്ങനെ സ്പ്രിങ് ചെയ്ത് കൊടുക്കാനാണ്. പോയോ? സ്പ്രിങ് തന്നെയാണ് തോന്നുന്നുണ്ട്. പോണില്ലേ? നോക്കട്ടെ. സ്പ്രിങ് ആണ്. ഈ ഇതിന് കട്ടില്ലാത്തതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. ഞാൻ ബുക്കിൽ വരച്ചോട്ടെ ഒരു വര. അപ്പൊ ഗൈസ് ഇത് എന്താ അറിയില്ല, ചെറുതായിട്ട് സ്ലോപ്പ് ആയോ എന്നൊരു സംശയമുണ്ട്. പിന്നെ ഇതിന്റെ കൂടെ ഒരു റബ്ബർ കിട്ടിയിട്ടുണ്ട്. റബ്ബർ പറഞ്ഞത് ഒരു എറൈസർ പോലെ അല്ല, ഒരു അതങ്ങനല്ല. ഇത് ഫിനിഷ് ആയി കഴിഞ്ഞാൽ അത് ഇതിക്ക് വെക്കാനുള്ളതാണ്. ഓക്കെ, ഇത് അങ്ങനെയാണ്. റബ്ബി ഇവിടെ വന്നിരിക്കും, എവിടെങ്കിലൊക്കെ പോയിരിക്കും. ഓക്കെ, ഇനി ഞാൻ കാണിച്ചു തരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ 2 വൈനർ വാങ്ങിയിരുന്നു. ഇതാ ഗൈസ്, ഞാനുണ്ടല്ലോ 2 ടൈപ്പ് വൈനർ വാങ്ങിയിരുന്നു. ഒന്നിപ്പോ എവിടെ ഞാൻ സാധാരണ ഞാൻ വലിയ വൈനർ വാങ്ങാറ്. ഇത് 2 ക്യൂട്ട് കളേഴ്സ്, ഒരു പിങ്ക് ഒരു ഇതും കണ്ടപ്പോൾ ഞാൻ ഇത് വാങ്ങി. നല്ലൊരു ക്യൂട്ട് വൈനർ. അപ്പൊ ഞാൻ ഒന്ന് ലബ്ബിക്ക് കൊടുത്താണ് വെറുതെ ബ്ലൂ. ഓക്കെ, ഞാനൊരു കാര്യം പറഞ്ഞിട്ട് ചീത്ത പറയാറുണ്ട്. ഞാൻ ട്രൈ ചെയ്ത് നോക്കി വൈനർ. ഇതിന് തന്നെയാണ് ഇതൊന്നല്ലേനു എൻ്റെ ഇതിന്. ഓക്കെ ഗൈസ്, പിന്നെ ഞാനൊരു സാധനമാണ്, ഇത് നിങ്ങൾ കണ്ടിക്കും. ഒരു ലബൂബുവിൻ്റെ ഒരു സാധനം, ലബൂബിൻ്റെ ഒരു പെൻസിൽ കണ്ടോ. ഇതിൻ്റെ പാക്കിങ്ങിന് ഭയങ്കര ക്യൂട്ടായിരുന്നു. അതേപോലെ നോക്കൂ ഗൈസ്, ലബൂബുവിൻ്റെ ഒരു പെന്നും പിന്നെ ലബൂബുവിൻ്റെ ചിത്രം വരുന്ന അതിൻ്റെ നിപ്പൊക്കെ ലബൂബുവിൻ്റെ ചിത്രം വരുന്ന ഒരു ഇത്. ഇതാ ഇത് നമ്മൾ തുറന്നാൽ നമുക്ക് ഇങ്ക് വരുന്ന സാധനമില്ലേ, അത് പറഞ്ഞ സ്റ്റീലിൻ്റെ പോലെ ഷാർപ്പില്ല. നീര് ഓണം തരം പറയണേ. പെൻസിലിൻ്റെ നമുക്ക് നമ്മൾ നോർമൽ പെൻസിൽ യൂസ് ചെയ്യണ പോലെ അല്ലല്ലോ, ഇതൊരു കുറച്ച് റഫ് പോലെയല്ല, അതാണ് ഓൾ ഈ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗൈസ് ഇതാണ് ഈ സാധനം. പിന്നെ നമുക്ക് ഇതിവിടെ വെക്കാം. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ സ്കെയിലാണ് ഞാൻ കാണിച്ചത്. ഫസ്റ്റ് തന്നെ നമുക്ക് വലിയ ചാർട്ട് വർക്ക്സ് ഒക്കെ ചെയ്യുമ്പോൾ ചെയ്യാനുള്ളൊരു വലിയ സ്റ്റീലിൻ്റെ സ്കെയിലാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇതാ ഒരു എത്ര സെൻറ്റിമീറ്ററാണ്, 30 സെൻറ്റിമീറ്ററിൻ്റെ ഒരു സ്കെയിൽ, ഒരു സ്റ്റീലിൻ്റെ സ്കെയിലാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഒരു 15 സെൻറ്റിമീറ്ററിൻ്റെ ഒരു സ്റ്റീലിൻ്റെ സ്കെയില്. ഞാൻ കാര്യം പറയട്ടെ, ഇത് നമ്മൾ ബോർഡിൽ എഴുതിയാ ഇതാവില്ല, ഇതിന് പേപ്പറിൽ എന്തെങ്കിലും എഴുതിയാലേ, പെൻസിലേറ്റും പേപ്പറിൽ എഴുതിയാലേ ആവുള്ളൂ. അപ്പോൾ ഗൈസ് അതിൻ്റെ ഇടയിൽ കൂടി ലഭ്യം എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട്. പിന്നെ ഒരു സിമ്പിൾ ഒരു നോർമൽ സ്കെയിൽ, നമ്മളെ ഫൈബറിൻ്റെ സ്കെയിൽ കണ്ടോ. ഇനി എൻ്റെ സ്കെയിൽ ഞാൻ കാണിച്ചാൽ ഭയങ്കര ക്യൂട്ട്. ഞാൻ സെലക്ട് ചെയ്ത സ്കെയിലാണ് പാണ്ട സ്കെയിൽ. അപ്പോൾ ബാക്ക് ടു സ്കൂളിൻ്റെ പറഞ്ഞു ഞാൻ ചിലപ്പോൾ എടുക്കുന്നുള്ളത്, ഞാൻ ശരിക്കും എടുക്കുന്നത്. ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം. ഇത് പിടി ഗൈസ്, ഇതാണ് ലവിൻ്റെ സ്കെയിൽ കണ്ടോ. നല്ലൊരു ക്യൂട്ട് ഒരു പാണ്ടയുടെ ഒരു സ്കെയിലാട്ടോ. ഇതിലിങ്ങനെ വട്ടൊക്കെ വരയ്ക്കാൻ പറ്റും നമുക്ക്. അതേപോലെ ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഇതിൻ്റെ ഷാർപ്നറാണ്. വെരി വെരി ക്യൂട്ട് ഷാർപ്നറാണ്. ഇതൊക്കെ ഞാൻ അങ്ങോട്ട് കാണിച്ചേക്കാം. ഇതാ ഈ ക്യൂട്ട് ഷാർപ്നറാണ്. പിന്നെ എനിക്കൊരു ഷാർപ്നർ തുറന്ന് കാണിച്ചെടുക്കും. ഷാർപ്നർ തുറക്കാൻ ഇതവിടെ ഇങ്ങോട്ടാ. ഓക്കെ, ഇങ്ങനെ തുറക്കും. നമ്മളെ വേസ്റ്റുകളൊക്കെ ഇതൊക്കെ കുട്ടികളൊക്കെ ക്യൂട്ട് ഷാർപ്നറാണ് ഡബ് വാങ്ങിയത്. ഞാനൊരു കളർ വാങ്ങിയിരുന്നു, അപ്പം അതിൽ നിന്ന് കിട്ടിയ ഒരു ഷാർപ്നറിനെ ആറ്റിക്കും. അത്യാവശ്യം വലുതാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഷാർപ്നറും എറേസറും വരുന്ന സെറ്റാണ്. ഇത് നമുക്ക് ലബിൻ്റെ പെൻസിൽ വാങ്ങിയപ്പോൾ അതിൻ്റെ ഒപ്പം കിട്ടിയതാണ്. എനിക്കെന്തോ ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ എടുത്തു. ഒരു പേസ്റ്റൽ കളർ, ഒരു ഇങ്ങനത്തെ ഒരു ഷാർപ്നർ നിങ്ങൾ കണ്ടുക്കും. അപ്പോൾ ഇതാ ഇങ്ങനത്തെ ഒരു ഷാർപ്നർ. പിന്നെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്, ഐ ആം വെയിറ്റിംഗ് ഫോർ ദിസ്. കണ്ടോ 2 സ്റ്റിക്കേഴ്സ്. ഇതിൽ 3 ഷീറ്റ്സ് വരുന്ന 2 സ്റ്റിക്കറാണ് ഞാൻ വാങ്ങിയത്. അതിപ്പോൾ ഇങ്ങനെ പൊന്തിയെടുക്കും. ഇങ്ങനെ ഒരു ഫ്ലവറിൻ്റെ ഒരു ഫ്ലവറിൻ്റെതും പിന്നെ ഒരു വിൻറ്റേജ് സ്റ്റിക്കർ. ഭയങ്കര ഒരു ജേർണൽ ചെയ്യാൻ പറ്റുന്നൊരു സാധനം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിയതാണ്. എനിക്ക് പിന്നെ അങ്ങനെ സ്റ്റിക്കർ വേണമെന്നില്ല. ഞാനിത് പൊട്ടിക്കുമ്പോൾ ഈ സാധനം കണ്ടോ,
ഞാൻ എടുത്താൽ ഒട്ടിക്കേതല്ലോ. ഓക്കെ. ഇനി നമ്മൾ സിമ്പിളായിട്ട് ഞാനൊരു ഡോംസിൻ്റെ ഒരു 10 പീസ് വരുന്ന ഇതാ ഈ ഒരു പെൻ. ഞാൻ ഈ പെന്നാണ് യൂസ് ചെയ്യാറ്. ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഡോംസിൻ്റെ പെൻസാണോ യൂസ് ചെയ്യാറ്. പിന്നെ വേറൊരു ബ്രാൻഡ് ഉണ്ട്, അതിൻ്റെ പേര് കുറമല്ല. ഇതിലൊരു പെന്നോ 2 പെന്നായിട്ട് ഞാൻ എടുത്തുക്കുന്നു ഇപ്പോൾ തന്നെ. ഇക്കെന്തോ വർക്കൊക്കെ ചെയ്യാനായിട്ട് കണ്ടോ ഇങ്ങനത്തെ ഒരു പെന്ന്. ഞാൻ ഈ ഇത് കാണിച്ചില്ലേ പെൻസിൽ, അതിൽ ഞാൻ ഈ പെൻസിൽ കാണിക്കാൻ വിട്ടുപോയിട്ടോ. ഇത് മറ്റേ ബോൾസ് ഇതാ നമ്മളിങ്ങനെ ബോൾസ് ഇതിൻ്റെ ഒരു നടുവിൽ കൊണ്ടുപോയിരുന്ന ഒരു നോർമൽ പെൻസിൽ ടൈപ്പ് ഒരു പെൻസിൽ. പിന്നെ എൻ്റെ പെന്ന് പറയുന്നത് ഒരു ലിപ്സ്റ്റിക് പെന്നാണ് കണ്ടോ, അങ്ങനത്തെ ഒരു പെൻ. പിന്നെ ഞാൻ ജേർണലിങ്ങിലോട്ട് വരികയാണ് ഗൈസ്. വാഷി ടാപ്സ്. ഞാൻ 2 വാഷിംഗ് ടാപ്സ് ആറ്റക്ക് സെലക്ട് ചെയ്ത് കൊടുത്തിരുന്നു. ഞാൻ എടുത്തു. ഇതൊരു കവായി തീമിൽ വരുന്ന ഒരു വാഷി ടാപ്പാണ്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു വാഷി ടാപ്പ്. പിന്നെ ഇതൊരു ഗ്രിപ്സ് വരുന്ന വാഷി ടാപ്പ്. ഇതെന്താ ഗൈസ്, ഇത് ലവ് എടുത്തൊരു വാഷി ടാപ്പാണ്. ഞാൻ പറഞ്ഞുതരാം ഇതിൽ എന്തൊക്കെയാണ് വരുന്നത്. ബർഗർ, ഫ്രഞ്ച് ഫ്രൈസ്, അതൊക്കെയാണ് ഗൈസ് ഇതിൽ വരുന്നത്. പിന്നെ ഞാൻ എൻ്റെ പെൻസിൽ സെറ്റ് വാങ്ങിയപ്പോൾ കിട്ടിയൊരു ഇറേസർ, അതൊക്കെയാണ് ഇതിലുള്ളത്. ഈ സെറ്റിലുണ്ടൊരു ഷാർപ്നർ. ഗൈസ് ഇനി ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഇത് ഞാനുണ്ടല്ലോ ഈ കൊറിയൻ സീരീസിലും ഡ്രാമയിലും ഒക്കെ കണ്ടുകണ്. പിന്നെ നമ്മളെ നാട്ടിൽ കുറേ ആൾക്കാർ യൂസ് ചെയ്യാറുണ്ട്. എൻ്റെ ഫ്രണ്ടൊക്കെ യൂസ് ചെയ്തിരുന്നു. ഇതൊരു വൈനറാണ്, ഒരു കറക്റ്റർ. ഞാൻ ഉദ്ഘാടനം തരില്ല, ഞാൻ ആർക്കും തരില്ല. ഗൈസ് ഇത് എങ്ങനെ യൂസ് ചെയ്യാന്ന് പോലും അറിയില്ല. അറിയണോ കമന്റ് ഇടാട്ടോ. കണ്ടോ ഇത് ഇങ്ങനെ ഒരു വൈറ്റ്നറാണ്. ഞാൻ നോക്കട്ടെ കേട്ടോ. ഇതെങ്ങനെ യൂസ് ചെയ്യാന്ന് അറിയില്ല. ഓക്കെ കിട്ടി. ഇതെങ്ങനെ യൂസ് ചെയ്യാ ചോദിച്ചാ അറിയില്ല ഗൈസ്. ഇതെങ്ങനെ യൂസ് ചെയ്യാന്ന് അറിയില്ല കേട്ടോ. നോക്ക്, ഇത് തുറക്കേ ഞാൻ കാണിച്ചുതരാം. അതങ്ങനൊന്നും അല്ല. അപ്പൊ ഗൈസ് ഇതെന്താ സംഭവം, നല്ലൊരു ക്യൂട്ടൊരു റിവേഴ്സ് ആയിട്ട് ചെയ്യേണ്ടത്. ഇങ്ങനെ പിടിച്ചിട്ട് ഇത് ബാക്കിലോട്ട് ഞാൻ കാണിച്ചുതരാം. ഇതിങ്ങനെ ഒരുപാട് എടുക്കരുത് കേട്ടോ. ഞാനിത് ഭംഗിക്ക് വേണ്ടി ഓക്കെ ഇതേപോലെ നമ്മൾ ലബൂബുവിൻ്റെ ഇതിൽ ഇങ്ങനെ വരച്ചിട്ടുണ്ട് 2 വര. ഇതിങ്ങനെയാണ് നമുക്കിങ്ങനെ യൂസ് ചെയ്യാം. ഇതിങ്ങനെ ഒരു വട്ടം യൂസ് ചെയ്ത് ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കാൻ തോന്നുന്ന ടൈപ്പ് ഒരു വൈനറാണ്. അങ്ങനത്തെ ഒരു സൗണ്ടും വരുന്നുണ്ട്. അപ്പോൾ അതാണ്. പിന്നെ ഞാനൊരു കാര്യം കൂടി കാണിച്ചുതരാം. ഞാനൊരു ജേർണൽ ഡയറി വാങ്ങി. ഇങ്ങനെ വാഷി ടാപ്സ് ഒക്കെ വാങ്ങും. പിന്നെ എനിക്ക് കുറച്ച് നോട്ട്സ് ഒക്കെ എഴുതാൻ വേണ്ടി ഞാൻ ജേർണൽ ഡയറി വാങ്ങി. ഡയറി ഒരു ഹോൾ ചെറിയ നോട്ട്. അപ്പോൾ ഞാനിതിൽ ടൈം ടേബിളും എനിക്ക് എഴുതി വെക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇതിൻ്റെ പേജാണ് എൻ്റെ ഇഷ്ടപ്പെട്ടത്. പേജസ് കണ്ടു നിങ്ങൾ, ഭയങ്കര ക്യൂട്ടായിട്ടുള്ള പേജാണ്. പക്ഷെ നിങ്ങൾക്ക് ഈ വീഡിയോ ബോറടിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ ഇല്ലയോ, നിങ്ങൾക്ക് എങ്ങനത്തെ ടൈപ്പാണ് വേണ്ടത് എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇത് ആറ്റക്ക് ഞങ്ങൾ എലമോള് കൊടുത്തതാണ്. ഒരു ചെറിയൊരു സിമ്പിൾ ഡയറി. ഇത് ഇവളെ ഡയറി തന്നെയാണ്, ഇവളെ ഫ്രണ്ട് കൊടുത്ത. അപ്പോൾ എനിക്ക് തന്നു. ലബി ഇവിടെ വന്നു ഇരിക്കുക. ഗൈസ് ഇനി നമുക്ക് എന്തായാലും നമ്മളെ വീഡിയോൻ്റെ ലെങ്ത് അധികം കൂട്ടണേ. നമുക്ക് ഇനി വേഗം ഓടി പോകുക സാധനങ്ങളിട്ട്. അപ്പോൾ ഗൈസ് ഇനി ഞാൻ സീസർ വാങ്ങി ഗൈസ്. കട്ട് ചെയ്ത് സീസർ അത് നിങ്ങൾക്ക് അറിയുണ്ടാവും. നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ വേറൊരു ഷേപ്പിൽ പോകുന്ന ഒരു സീസർ. പക്ഷേ ഇത് ഇതൊരു വേറൊരു ഷേപ്പിലാണ് പോകുന്നത്. നിങ്ങൾക്ക് അന്നൊക്കെ അറിയില്ല. അപ്പം അങ്ങനത്തെ ഒരു സീസർ വാങ്ങി. പിന്നെ ഞാനൊരു ക്യൂട്ട് സ്റ്റിക്കി നോട്ട് വാങ്ങി. ഇങ്ങനെ 3 പാൻഡ, ഒരു ക്യാപിബാറ, പിന്നെ ഏതോ ഒരു സാധനം കൂടി വരുന്ന ഒരു സ്റ്റിക്കി നോട്ട് വാങ്ങി. ഇങ്ങനത്തെ ഒരു 12 എണ്ണം ഇവിടെ ഉണ്ട്. പിന്നെ ലവ്വി ഒരു ഓയിൽ പേസ്റ്റ് വാങ്ങി. സ്കെച്ച് കളർ വാങ്ങി. ഇങ്ങനത്തെ ഒരു സിമ്പിൾ സ്കെച്ച് കളർ. പിന്നെ ഒരു വാക്സ് ക്രയോണും വാങ്ങി. പിന്നെ ഒരു
Pencil colour. ഓക്കെ ഓക്കെ പെൻസിൽ കളർ. പിന്നെ ആ രണ്ട് ക്യൂട്ട് ഇറേസേഴ്സ് വാങ്ങി ഇത് കാണാൻ ഞങ്ങളെ ഓപ്പോസിറ്റ് ഉള്ള കടയിൽ നിന്ന് വാങ്ങി. രണ്ട് ക്യൂട്ട് ഇറേസേഴ്സ്. ഓക്കെ ഗൈസ് എല്ലാതും കഴിഞ്ഞു. ആ ഇല്ല, രണ്ട് ഫെവി സ്റ്റിക്ക് ഗ്ലൂ വാങ്ങി. പിന്നെ അതിൻ്റെ ടിഷ്യൂ ടാപ്പ്. ആ ഒരു ടിഷ്യൂ ടാപ്പ് വാങ്ങി. പിന്നെ ഒരു ഡബിൾ സൈഡ് ടാപ്പ് വാങ്ങി. സാധനങ്ങളൊക്കെ ഒരുപാട്. ആ ഇതാ ഇതാ ദു ഓ ഇതാ നമുക്ക് എല്ലാവർക്കും അതാ ഇതേമാതിരത്തെ ആറ്റക്കൊന്നും ഉണ്ടായിരുന്നു, കാണാതെ പോയി ഗൈസ്. കണ്ടോ, എല്ലാവർക്കും അറിയുന്ന ഒരു അത് സ്കൂളിൽ ഇറേസറാണ്. പോയിട്ടിപ്പോ അന്ന് വാങ്ങിയതാ. ഇറേസറാണ് ഗൈസ് ഇത്. കണ്ടോ, എല്ലാവരുടെ അടുത്തും ഉണ്ടാവും. എല്ലാവരുടെ അടുത്തും ഉണ്ടാവും. സ്കൂൾ തുറക്കുമ്പോൾ ഇതാണ് മെയിൻ. പ്രസ് ചെയ്തിട്ട് പോകുന്നില്ല ഗൈസ്. പ്രസ് ചെയ്ത് ഓക്കെ ഓക്കെ. രണ്ടാമത് പിങ്കാ വേണ്ടത്. yellow. മറ്റേ പിന്നെ ആറ്റിന്റെ സൂക്ഷിക്കുന്നില്ല, പാറ്റിന്റെ എവിടെയെങ്കിലും പോയി കിടക്കും. ഇന്ന് ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. ഇവിടെ ഇത് നമ്മളെ ഞാൻ പിങ്ക് നോക്കി വാങ്ങിയത്. ഗ്രീൻ കളർ ടോപ്പ് ഇതൊക്കെ. അപ്പൊ ഗൈസ് നമ്മളെ സാധനങ്ങൾ ഇത്ര ഉള്ളൂ എന്നൊക്കെ തോന്നുന്നു. എല്ലാന്റെ എറേസർ രണ്ട് എറേസർ ആ. മനസ്സിലാ. ഗൈസ് മറക്കാണ്, ഇവിടെ കുറെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഉള്ളതുകൊണ്ട് പാറ്റിന്റെ തലക്കൊന്നും കൊടുക്കാൻ ഗൈസ് തോന്നില്ല. ഇങ്ങനത്തെ രണ്ട് ടയറിന്റെ ഇറേസർ വാങ്ങി. പിന്നെ ഇത് ഞാൻ കാണിച്ചെടുത്തു. തുറക്കണേ കാണിച്ചിട്ടില്ലല്ലോ. കാണിച്ചെടുത്തോ. അപ്പൊ ഗൈസ് പിന്നെ എനിക്ക് അത്രക്കൊന്നും പറയാൻ അറിയില്ല ഗൈസ്. പിന്നെ അപ്പൊ നിങ്ങൾക്ക് എന്റെ സംസാരം കേട്ടിട്ട് ബോറടി എന്തോടെ ഇനിയിപ്പോ സ്റ്റഡി ടേബിളിന്റെ അവിടെയാണ് കൊണ്ടുവരണ്ട. അങ്ങനത്തെ ഇതിന്റെ ഒരു വലിയ ഗ്ലൂ. വലിയതാണ്, ആ. മീഡിയം. ആ ഗൈസ് അപ്പൊ ഇത്രേ ഉള്ളൂ സാധനങ്ങൾ. എവിടെ ഇത് ഇതാ ഇതിന്റെ ഒരു കീ ചെയിൻ. ലവിൻ്റെ ഒരു നല്ല രസമുള്ളൊരു കീ ചെയിൻ. പിന്നെ ഇതാ ഇതിൻ്റെ രണ്ട് എറേസർ. പിന്നെ നമ്മളൊരു 3 പെൻസിൽ ഹോൾഡേഴ്സ് വാങ്ങി. ഇതാ ഇതൊന്ന് ഒരു കിങ്ങിൻ്റെ ഷേപ്പുള്ളൊരു പെൻസിൽ ഹോൾഡർ. പിന്നെ ഗൈസ് ഒരു റെയിൻബോ കളർ പിന്നെ ഗൈസ് ഇതെന്താ അറിയോ, ഇത് ഇങ്ങനെ ഒരു പെൻസിൽ ഹോൾഡറാണ്. ഈ പെൻസിൽ ഹോൾഡർ കറങ്ങും. ഇതിന് രണ്ട് ഹോൾഡേഴ്സ് പിന്നെ കയ്യിലാണ്. ഞാൻ കാണിച്ചത് ഫുള്ളാക്കി കാണിച്ചതാണ്. പിന്നെ നമ്മൾ നേരത്തെ കാരണം ഒരു വലിയ ഗ്ലൂ ആണത്. നമ്മളെ രണ്ട് ഇതുണ്ട് സ്റ്റാപ്ലർ അതല്ലേ. ഇതാ പിന്നെ ഇതാ ഇങ്ങനത്തെ ഒരു പെൻസിൽ ഹോൾഡർ. ഇതിൽ 4 കമ്പാർട്ട്മെന്റ്സ് വരുന്ന ഒരു പെൻസിൽ കൂടി ഉണ്ട്. ഒരു സിമ്പിൾ പെൻസിൽ ഹോൾഡർ. ഇതാ ഇത്ര സാധനങ്ങൾ നമ്മൾ വാങ്ങിയത്. എന്താ വെച്ചാൽ ഞങ്ങൾക്ക് കുറേ പെൻസിലുകൾ ഉണ്ടാവും. ഇങ്ങനെ കാണാതെ പോകും കുറേ പെൻസിലുകൾ കാണാതെ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇങ്ങനെ പെൻസിൽ ഹോൾഡേഴ്സൊക്കെ ഇട്ട് ചെയ്യാം. അപ്പോൾ നമ്മളെ സാധനങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത്ര തന്നെ ഉള്ളു സാധനങ്ങൾ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയ്ക്ക് വരാം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇനി ഒരു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതാണ്. അതുവരേക്കും ബൈ.